ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ കൂടുതൽ നടപടികൾ. നടൻ ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ടതടക്കം 10ഓളം വാഹനങ്ങൾ കൂടി കസ്റ്റംസ് പിടികൂടി. ദുൽഖറിന്റെ ബിനാമി എന്ന് കരുതുന്ന എൽദോ പോളിന്റെ പക്കൽ നിന്നാണ് നിസാൻ പട്രോൾ വാഹനം കസ്റ്റഡിയിൽ എടുത്തത്. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഏത് നിലയിലാണ് പുതിയ നടപടി? ഭൂട്ടാൻ വാഹനക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന നടപടികൾ കസ്റ്റംസിന്റെ തുടരുകയാണ്. ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ടതടക്കം 8ഓളം വാഹനങ്ങളാണ് കസ്റ്റംസ് സീസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കളമശ്ശേരിയിൽ നിന്നാണ് നിസാൻ പെട്രോൾ വാഹനം പിടികൂടിയിരിക്കുന്നത്. ഈ ദുൽഖർ സൽമാന്റെ ബിനാമി എന്ന് കരുതുന്ന എൽദോയുടെ പക്കൽ നിന്നാണ് ഈ വാഹനം പിടിച്ചെടുത്തതെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. കളമശ്ശേരിയിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയിൽ ഈ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കസ്റ്റംസ് വ്യക്തമാക്കുന്നു. ഇതിൽ ലീഡ് റോൾ ചെയ്തത് ദുൽഖർ ആയിരുന്നു. മാത്രമല്ല, ദുൽഖർ ഈ വാഹനം തന്റേതാണെന്ന് സമ്മതിക്കുന്ന വീഡിയോയും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കസ്റ്റംസ് വ്യക്തമാക്കുന്നുണ്ട്. മുൻപും ദുൽഖർ ഒരു വാഹനം അടക്കം കസ്റ്റംസ് ചെയ്തിരുന്നു ഈ ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായിട്ട്. അത് പിന്നീട് ചോദ്യം ചെയ്ത് കോടതിയിലൊക്കെ എത്തിയതാണ്. ഏതായാലും വീണ്ടും ഇത്തരത്തിലുള്ള കണ്ടുകെട്ടൽ തുടരുകയാണ്. മാത്രമല്ല, മറ്റൊരു സുപ്രധാന നടപടി കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത്, ഇല്ലീഗലായി ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന വാഹനങ്ങൾ ഈ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള വിശ്വദീപ് ദാസ് ഇടനിലക്കാർ വഴി മറ്റു പലർക്കും വിറ്റിരുന്നു. അങ്ങനെ കോഴിക്കോട് ഒരു റോഡ് വേസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് വാഹനങ്ങൾ വിറ്റിരുന്നു. അതുമായി ബന്ധപ്പെട്ടും ഈ വാഹനങ്ങൾ സീസ് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു പാർട്ണറായിട്ടുള്ള സ്ഥാപനത്തിന്റെ പാർട്ണറായിട്ടുള്ള സ്പെയിൻ മാർവയെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത്, മുൻപ് നേരത്തെ 5 പേർ അറസ്റ്റിലായിരുന്നു. അത് മറ്റ് സ്റ്റേറ്റുകളിലുള്ളവരായിരുന്നു. ഇപ്പോൾ കേരളത്തിലേക്കും ഈ അറസ്റ്റ് നടപടികൾ വന്നിരിക്കുകയാണ്. കൂടുതൽ അറസ്റ്റ് കേരളത്തിൽ നിന്നും ഉണ്ടാകുമെന്നാണ് സൂചന. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.